ഹോട്ട് വീൽസിൻ്റെ തന്നെ ഓഡിയുടെ R8 സ്പൈഡറാണ്. ഒരു ഡിഫറെൻറ്റ് പാക്കേജിലാണ് ഇത് വരുന്നത്. അപ്പം ഹോട്ട് വീൽസിന് പല രീതിയിലുള്ള എഡിഷൻസും ഒക്കെ വരുമല്ലോ. അമേരിക്കൻ മസിലിൻ്റെ തന്നെ ഒരു എഡിഷൻ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിയോൺ എഡിഷൻ, അങ്ങനെ വെറൈറ്റി പാക്കേജിലൊക്കെ വരുമല്ലോ. അപ്പോൾ അതിലത്തെ ഒരെണ്ണമാണ്. ഞാൻ ആദ്യമായിട്ടൊരു R8 കാണുന്നത് അയൺമാൻ സിനിമയിൽ കൂടെയാണ്. ഒരു 2006 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഓടി ആദ്യമായിട്ട് R8 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഒക്കെ ആയിട്ട് വരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് 2013 ആ ഒരു സമയത്ത് ഇറങ്ങിയ അയൺമാൻ 3യോടുകൂടിയൊക്കെ ഇറങ്ങിയ ഓഡിയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ചാണ്. ആ ഒരു സമയത്ത് കാർ ആഡുകൾ ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല, സ്പീഡിനെ, സ്റ്റണ്ട് ഡ്രൈവിങ് പാടില്ല. അപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും അവർക്ക്? അപ്പോൾ അവർ ഇരുന്ന് ആലോചിച്ച് കണ്ടെത്തിയ ഒരു പരിപാടി എന്ന് പറയുന്നത്, ഇവർ ഈ വണ്ടീനെ ഒരു ഡൈനോയിലോട്ട് അങ്ങ് കയറ്റി വെച്ചു. ഇവർ ഓരോ ഗിയറിലും കൂടെ ആ വണ്ടി പോകുന്നതെല്ലാം കൃത്യമായിട്ട് കാണിച്ചു. എന്നാൽ നിയമം ഭേദിച്ചുമില്ല. അപ്പോൾ ഇവർ ഒരു കാര്യം എക്സ്ട്രാ ചെയ്തു. ആ ബാക്കിലത്തെ ഫേഷ്യ അല്ലെങ്കിൽ ആ ബമ്പർ അങ്ങ് മാറ്റിയിട്ട് ആ ഒരു എഞ്ചിനും ആ ഒരു V10 ഗ്ലോറി ഫുള്ളി നമുക്ക് കാണാവുന്ന രീതിയിലാണ് ഇത് വെച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ വെക്കാം. വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തി പിന്നീട് റെഡിറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് അവർക്ക് ഏറ്റവും ചീപ്പായിട്ട് അവർ ബിൽഡ് ചെയ്ത അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത ഒരു ആഡായിരുന്നു ഇതെന്നുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ, അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇതാരും കാണില്ലെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്ത, അതും തിയേറ്ററിൽ കൂടെയാണ് ഇത് പ്രദർശിപ്പിച്ചിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒച്ച ആ തിയേറ്ററിൽ കേട്ടിരിക്കുന്ന ഒരാളുടെ അവസ്ഥ. അങ്ങേര് ജീവിതത്തിൽ അധ്വാനിച്ച് ആ വണ്ടി സ്വന്തമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും. പ്രത്യേകിച്ച് കാർ പ്രാന്തരാണെങ്കിൽ ബമ്പർ ഊരിയിട്ട് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ലിംബോ മോഡിൽ പോകുമായിരുന്നു. ടിൻഫോയിലൊക്കെ വെച്ചിട്ട് ആ സെൻസർ കവർ ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ വണ്ടീനെ എസെൻഷ്യലി പറ്റിച്ചാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്.